السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله العلي العظيم. يا مقلب القلوب ثبت قلوبنا على دينك. صدق رسول الله صلى الله عليه وسلم. دواء قلب خمسة فتلاوة بتدبر المعنى والبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين فضلا. ഏറ്റവും ബഹുമാനും ആദ്യം നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കൾ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മുഖ്യമായ ഒരു അവയവമാണ് ഖൽബ് എന്നുള്ളത്. ആ ഹൃദയം കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം അടുക്കേണ്ടതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കേണ്ടതും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹബ്ബത്ത് വെക്കുന്ന ഖൽബുണ്ടല്ലോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഖൽബുണ്ടല്ലോ, അത് എല്ലാ സമയത്തും നന്നായിരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന ഖൽബുണ്ടല്ലോ, അത് എല്ലാ സമയത്തും നന്നായിരിക്കണം. അതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ മാംസക്കട്ടയുണ്ട്, ആ മാംസക്കട്ട എങ്ങാനും നന്നായി പോയാൽ, ആ മാംസക്കട്ടെങ്ങാനും നന്നായി പോയാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി പോയി. ആ മാംസക്കട്ടെങ്ങാനും നശിച്ചു പോയാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നശിച്ചു പോയി. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, ആ ഹൃദയത്തെ നാം നന്നാക്കിയെടുക്കണം. എല്ലാ സമയത്തും ആ ഹൃദയം നന്നായിരിക്കണം. ആ ഹൃദയത്തെ ചീത്തയാക്കുന്നവർ ഞാൻ തന്നെയാണ്, ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ഹൃദയത്തെ എങ്ങനെയാണ് ശുദ്ധിയാക്കുക? സലാത്ത് കൊണ്ട് പറയുകയും ഖുർആൻ ഓതുകയും നല്ലത് മാത്രം സംസാരിക്കുകയും ചെയ്യണം. അനാവശ്യമുള്ളൊരു സംസാരം പോലും സംസാരിക്കാൻ പാടില്ല, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം. കാരണം ഈ നാവ് കൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യേണ്ടത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന നാവ് ശുദ്ധമായിരിക്കണം. നാവ് ശുദ്ധിയായല്ലേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുക. അതുകൊണ്ട് നാം ആദ്യം നാവിനെ ശുദ്ധിയാക്കണം, പിന്നീട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ നടക്കുമ്പോൾ ഒരു ബത്തക്ക കണ്ടു, നല്ല പച്ചയുള്ള ബത്തക്കാണ്, ഒരു കാണാൻ ഒരു കുപ്പമില്ല, നല്ലൊരു ബത്തക്കയാണ്. അങ്ങനെ നിങ്ങൾ ആ ബത്തക്കയുമായി വീട്ടിൽ കൊണ്ടുപോയി മുറിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ബത്തക്കനകത്ത് മോശമായി ചീഞ്ഞു പോയ ബത്തക്കയാണ്. ആ ബത്തക്ക കൊണ്ടോ നിങ്ങൾക്കൊരു ഉപകാരമില്ല. അതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. എത്ര വലിയ മനുഷ്യനാണെങ്കിലും ശരി, എത്ര വലിയ താടിയുള്ള മനുഷ്യനാണെങ്കിലും ശരി, എത്ര വലിയ തലക്കെട്ട് കിടന്ന മൊയിലാരാണെങ്കിലും ശരി, ഖൽബിൽ അസൂയാണോ, ഖൽബിൽ ഉജ്ബാണോ, എന്നാൽ ആ മനുഷ്യനുണ്ട് ഒരു ഉപകാരമില്ല. അതുകൊണ്ടല്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവർ തസ്കീൽ പാടിയത്, ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വൽബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ وقيام ليل والتضرع بالسهر ومجالسات الصالحين فضلا. ആ ഖൽബ് ശുദ്ധീകരിക്കാൻ 5 മാർഗങ്ങൾ, 5 പേരൊന്ന് മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടെ തസ്കീൽ പറയുന്നു. ഒന്നാമതായി മഹാനവറുകൾ പറയുന്നത് അർത്ഥം അനുസരിച്ചു കൊണ്ട് ഖുർആൻ ഓതലാണ്. അങ്ങനെ ഖുർആൻ ഓതിയാൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാകും കേട്ടോ.
രണ്ടാമതായി മഹാനവറുകൾ പറയുന്നത് പള്ളകാലിയാക്കലാണ്. കിട്ടുന്നതെല്ലാം തിന്നുന്നതല്ല പള്ളക്കാലൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരാകണം നാം, അല്ലാതെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാകരുത്. മൂന്നാമതായി മഹാനവറുകൾ പറയുന്നത് രാത്രിയുള്ള നിസ്കാരമാണ്. രാത്രിയുള്ള നിസ്കാരം നാം വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകാൻ കാരണമായി പോകും. നാലാമതായി മഹാനവറുകൾ പറയുന്നു അത്തായം നേരത്ത് ദുആ ചെയ്യലാണ്. അത്തായം നേരത്ത് ദുആ ചെയ്യുന്നവനാണോ നിന്റെ ഖൽബ് ശുദ്ധിയാകും കേട്ടോ. അഞ്ചാമതായി മഹാനവറുകൾ പറയുന്നത് എന്താണ് പറയുന്നത്? നിങ്ങൾ സ്വാലിഹീങ്ങൾ കൂടെ ഇരിക്കുക. നിങ്ങൾ സ്വാലിഹുകൾ കൂടെ ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയം റബ്ബ് സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കി തരും കേട്ടോ. നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ പല സ്ഥലങ്ങളിലും മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രയാസത്തിനെല്ലാം പല ദുആ സദസ്സുകളും നടക്കുന്നുണ്ട്. പക്ഷേ ദുആക്ക് ഉത്തരമില്ല, ദുആക്ക് ജവാബില്ല. കാരണം ഈ വിനീതന എന്നെ പോലെ ഹൃദയം നന്നാവാത്തവരല്ലേ ദുആ ചെയ്യുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ ആ ഖൽബ് ശുദ്ധിയായിരിക്കണേ. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഖൽബിനെ ശുദ്ധിയാക്കണം. അങ്ങനെ മഹാന്മാർ ജീവിച്ചതുപോലെ ലോകത്ത് ജീവിച്ച അവസാനം മഹാന്മാർ എങ്ങനെയാണോ മരണപ്പെട്ടു പോയത് ആ രീതിയിൽ മരണപ്പെട്ടവന് കൊടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.